ടുഡേ ജൂൺ 5th വേൾഡ് എൻവയോൺമെൻ്റൽ ഡേ, ലോക പരിസ്ഥിതി ദിനമാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ലോകമൊക്കെയും ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ്. പരിസ്ഥിതി സംരക്ഷണം ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ്. നമ്മളൊരു ദിവസത്തിൽ ഒതുക്കേണ്ടുന്നൊരു കാര്യമല്ല. മാനവരാശിയുടെ നിലനിൽപ്പിന് വേണ്ടി, ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി പരിസ്ഥിതിയുടെ സംരക്ഷണം അനിവാര്യമാണ്. പ്രകൃതിയിലുള്ള വിഭവങ്ങൾ ധാരാളമായി നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് ദൈനംദിന ജീവിതത്തിൽ. വൃക്ഷങ്ങളാണെങ്കിൽ ധാരാളം വൃക്ഷങ്ങൾ വെട്ടുകയും അതിൻ്റെ വിറകും തടികളും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഫലങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂമിയിലുള്ള ജലത്തിൻ്റെ ഉപയോഗം അമിതമായിട്ട് കൂടി വരുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ, ഈ സാഹചര്യത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കുകയും ശുദ്ധമായി എല്ലാവർക്കും ശ്വസിക്കാൻ ലഭിക്കത്തക്കവണ്ണം നമ്മൾ ചിന്തിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5 മാത്രം 1-2 മരങ്ങൾ നട്ടുകൊണ്ട് പ്രകൃതി സംരക്ഷകരാണെന്ന് അവകാശപ്പെടുന്നതിൽ അർത്ഥമില്ല. മാത്രമല്ല, ചില പ്രത്യേക സ്ഥലങ്ങളിൽ എല്ലാ വർഷവും ഈ ദിനത്തിൽ ചെടി നട്ടുകൊണ്ട് അതിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന ആളുകളെയും കാണുവാൻ ഇടയായിട്ടുണ്ട്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയുടെ നിലനിൽപ്പിന് പരിസ്ഥിതി സംരക്ഷണം ആവശ്യമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ഒരു ജീവിതചര്യയായി പ്രകൃതി സംരക്ഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. ഹൈറേഞ്ചുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാലവർഷം എത്താനായിട്ട് നോക്കിയിരിക്കുകയാണ്. പല വൃക്ഷങ്ങളും ചെടികളും അതുപോലെ ജൈവസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള ഉത്സാഹത്തിന് കാത്തിരിക്കുകയാണ്. മഴ ലഭിക്കുമ്പോൾ തന്നെ എല്ലാവരും ധാരാളം മരങ്ങൾ നടുന്നുണ്ട്, ധാരാളം ചെടികൾ നടുന്നുണ്ട്, കാർഷിക ആവശ്യങ്ങൾക്കുള്ള ചെടികൾ നടുന്നുണ്ട്. അങ്ങനെ ഹൈറേഞ്ചിലെ ജനങ്ങൾ കൂടുതൽ അതിൽ ഉത്സുകരാണ്. എന്നാൽ പലപ്പോഴും നാട്ടിൻപുറത്തെ ആളുകൾ യാന്ത്രികമായിട്ട് ജീവിക്കുമ്പോൾ മരങ്ങൾ വെട്ടി നശിപ്പിക്കുകയും പാടങ്ങൾ നികത്തി വീടുകൾ വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അനന്തരഫലം നാമും നമ്മുടെ വരും തലമുറകളും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. വെട്ടിമാറ്റപ്പെടുന്ന മരങ്ങൾക്ക് പകരം മരങ്ങൾ വെച്ചുപിടിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ പ്രകൃതിയിൽ ആവശ്യമായ തണലും ശുദ്ധവായും ഉണ്ടാവുകയുള്ളൂ. അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് പല നഗരങ്ങളിലും ശുദ്ധവായു ശ്വസിക്കുവാനായിട്ട് വളരെ പ്രയാസമാണ്. പൊല്യൂഷൻ വളരെയേറെ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വായു ശുദ്ധീകരിക്കുവാനായിട്ട് ചെടികളും വൃക്ഷങ്ങളും ഒക്കെ നട്ടുപിടിപ്പിക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് ചെടികളെക്കുറിച്ച് പറയുമ്പോൾ മനോഹരമായ പുഷ്പങ്ങളുള്ള ചെടികളുണ്ട്, ഔഷധ ഗുണങ്ങളുള്ള ചെടികളുണ്ട്. മാത്രമല്ല, വലിയ വൃക്ഷങ്ങളുണ്ട്, ഭൂമിക്ക് തണലേകുന്നുണ്ട്. അതുപോലെ പ്രകൃതിയെ സംരക്ഷിക്കുന്നത് അതിന് ഓക്സിജനെ പ്രൊഡ്യൂസ് ചെയ്ത് മാത്രമല്ല, വലിയ വൃക്ഷങ്ങളുടെ വേരുകൾ മണ്ണൊലിപ്പിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും മണ്ണിടിച്ചിൽ നിന്നൊക്കെയും നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നുണ്ട്. പരിസ്ഥിതി സംരക്ഷണ ദിനം കൂടുതൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുവാനും മറ്റ് പ്ലാസ്റ്റിക് പോലുള്ള മറ്റ് വസ്തുക്കളുടെ ഉപയോഗം കുറച്ചുകൊണ്ട് പ്രകൃതിക്ക് അനുയോജ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രകൃതിയെ സംരക്ഷിക്കുവാനും നമുക്കും വരുതലമുറയ്ക്കും അത് പ്രയോജകീഭവിക്കുവാനും മുഖാന്തരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് പെരിയാർ സ്പൈസ് ഗാർഡനിൽ 2 ചെടികൾ നടുകയാണ്. ഒന്ന് ഊതാണ്. ഊതിൻ്റെ 2 ചെടികൾ നമുക്കുണ്ട്. പരിസ്ഥിതി സംരക്ഷണ ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ജൂൺ 5 2 ചെടികൾ. ഒന്ന് ഒരു ഊത് നട്ടുപിടിപ്പിക്കുകയാണ്. ആ ആട്ടെ, ചാണകം ഇട്ട് എല്ലാം കമ്പും വെച്ച് കെട്ടി.
ലോക പരിസ്ഥിതി ദിനമായ ഇന്ന് ഒരു കർപ്പൂര മരവും കൂടെ നടുകയാണ്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഒരു ഊതുമരവും ഒരു പച്ചക്കർപ്പൂരവും നടാനിടയായി. എല്ലാവരും 1-2 മരങ്ങൾ അവരവർക്ക് സാധ്യമായ സ്ഥലത്ത് നട്ടുപിടിപ്പിക്കുന്നത് പ്രകൃതിയുടെ സംരക്ഷണത്തിന്, പ്രകൃതിയോടുള്ള കരുതലിന് ഉപയുക്തമാകും.